ശ്രീ ആർ വി രാജേഷിലേക്കാണ് പോകുന്നത്. രാജേഷ്, ഈ കേരളത്തിൻ്റെ പ്രതീക്ഷകളിലേക്ക് വരികയാണെങ്കിൽ 24,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് കാത്തിരിക്കുകയാണ് കേരളം. മാത്രവുമല്ല, കടമെടുക്കൽ പരിധി 3% നിന്ന് 3.5% ഉയർത്തണം എന്ന വലിയൊരു ആവശ്യം, ദീർഘകാലമായിട്ടുള്ള ഒരു ആവശ്യം കേന്ദ്രത്തിന് മുൻപാകെ വച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എങ്ങനെയാണ് കേരളത്തിൻ്റെ ആവശ്യങ്ങളെ നോക്കിക്കാണേണ്ടത്? ശ്രീ ജയസൂര്യൻ സൂചിപ്പിച്ചത് കേട്ടാൽ തോന്നുന്നു നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇന്ത്യ സാമ്പത്തികമായി പുരോഗതി കൈവരിച്ചത്. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ തന്നെ ഏറ്റവും അധികം വിദേശ ധാന്യ ശേഖരമുള്ള ലോകത്തെ 10 രാഷ്ട്രങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ എന്നുള്ള യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണം. ഇന്ന് ആ വിദേശ നാണ്യ ശേഖരത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് കൂടി നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഖാലിസ്ഥാൻ ഭാഗത്തെ അമർച്ച ചെയ്ത കാര്യമൊക്കെ പറഞ്ഞു. ഇന്ദിരാഗാന്ധിക്ക് ജീവൻ കൊടുക്കേണ്ടി വന്ന് രക്തസാക്ഷി ആകേണ്ടത് ഖാലിസ്ഥാൻ ഭാഗത്തെ അമർച്ച ചെയ്തുകൊണ്ട് ഇന്ത്യയെ വെട്ടിമുറിക്കാൻ അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനത്തോടു കൂടിയാണ്. അതുകൂടി നമ്മൾ ആലോചിക്കണം. പിന്നെ ട്രംപിനെ നരേന്ദ്രമോദി കോൺഗ്രസിന്റെ പുതുതലമുറ ആ ഖാലിസ്ഥാൻ വാദികൾക്കൊപ്പം ചേർന്നുകൊണ്ട് കോൺഗ്രസ് എവിടെയാ ഖാലിസ്ഥാൻ വാദികളെ പിന്തുണച്ചത്? എല്ലാ കാലഘട്ടത്തിലും ഖാലിസ്ഥാൻ വാദത്തിന് എതിരായ നിലപാടെടുത്ത കോൺഗ്രസ് അല്ലേ? യാഥാർത്ഥ്യത്തോട് സംസാരിക്കുക, ചരിത്ര വസ്തുതകൾ സംസാരിക്കാതെ രാജേഷ് ആ വിഷയം സംസാരിച്ചതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. വളരെ കുറച്ച് സമയം ഞാൻ അതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാണ്. ഖാലിസ്ഥാൻ വാദത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അമൃത്സറിലേക്ക് അവിടെ ഭിന്ദ്രൻവാലയുടെ നേതൃത്വത്തിൽ വലിയ സംഘം അമൃത്സറിൽ തമ്പടിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരായി യുദ്ധപ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഇന്ത്യൻ സേനയെ അയച്ചുകൊണ്ട് അവിടെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിക്കൊണ്ട് അവിടെ ഈ ഭീകരവാദികളെ കൊന്നൊടുക്കിയത് ഇന്ദിരാഗാന്ധിയാണ്. അതിന് അവർക്ക് കൊടുക്കേണ്ടി വന്നത് സ്വന്തം ജീവനാണ്. രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയിൽ ഖാലിസ്ഥാൻ കോൺഗ്രസ് രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരായുള്ള നിലപാട് എല്ലാ കാലഘട്ടത്തിലും സ്വീകരിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ട്രംപിനെ അമേരിക്കയിൽ അധികാരത്തിലെത്തിയ മോഡിയാണ്, ശരിയാണ്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് പാകിസ്ഥാനെ രണ്ടായി വെട്ടി വിഭജിച്ചുകൊണ്ട് അവിടെ ഈസ്റ്റ് പാകിസ്ഥാൻ അറിയപ്പെടുന്ന ബംഗ്ലാദേശ് ഒരു പുതിയ രാഷ്ട്രം സ്ഥാപിച്ച് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ അവിടെ പ്രസിഡന്റാക്കി വെച്ചത് കോൺഗ്രസിന്റെ കാലഘട്ടത്തിലാണ്, ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ. ആ ബംഗ്ലാദേശ് പോലും ഇന്ത്യക്കെതിരായ നിലപാടെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ കൂടി ഒരു ഭരണകൂടത്തെ ഉണ്ടാക്ക്. ശ്രീലങ്കയുടെ അവസ്ഥ എന്താ? ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ, ബർമയുടെ അവസ്ഥ എന്താ? ഏത് രാജ്യങ്ങളാണ് ഇപ്പം മാൽദീവ്സ് അടക്കമുള്ള കൊച്ചു രാജ്യങ്ങൾ ഇന്ത്യക്ക് നേരെ വെല്ലുവിളി ഉയർത്തുന്ന അവസ്ഥയിലേക്ക് പോയത്? ആരുടെ കുഴപ്പമാണ്? എന്താണ് ഇന്ത്യയുടെ വിദേശകാര്യ നയം? എന്താണ് ആ നയത്തിൻ്റെ കുഴപ്പം എന്നൊക്കെയുള്ള കാര്യം ഈ രാജ്യം ഭരിക്കുന്നവർ പരിശോധിച്ച് നോക്ക്. നിങ്ങൾ ന്യായീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം വലിയ വീരവാദങ്ങൾ അടിക്കുമ്പോൾ അമേരിക്കയിലെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ വല്ല ശക്തനായ നരേന്ദ്രമോദിക്ക് ഇന്ത്യയുടെ തൊട്ട അയൽവാസം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ അവിടെയൊക്കെ എല്ലാ കാലഘട്ടങ്ങളിലും ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയുടെ താല്പര്യം പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഈ വിഷയമൊക്കെ. രാജേഷ്, വളരെ കുറച്ച് സമയം, നമുക്ക് ഈ ബജറ്റ് ചർച്ചയിലേക്ക് വരാം. കേരളം എന്താണ് പ്രതീക്ഷിക്കുന്നത്? അങ്ങനെ കേരളത്തിന് ഇങ്ങനെ പ്രതീക്ഷിക്കാൻ എന്താണ് ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഉള്ളത് എന്നതുകൂടി ഇപ്പം നമുക്ക് പരിശോധിച്ച് പോകാം. കേരളത്തിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിലെ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ വേണ്ടി യൂണിയൻ ഗവൺമെൻറ് സഹായം തീർച്ചയായും ആവശ്യമാണ്. പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ് അവസ്ഥ നമുക്കറിയാം. കേരളത്തിലെ ഭരണകൂടത്തിൻ്റെ ധൂർത്തും അഴിമതിയും ഒക്കെ കൊണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം പൂർണ്ണമായി തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ വയനാട് പോലുള്ള ദുരന്തങ്ങൾ നേരിടേണ്ടി വന്നത്. ആ ദുരന്തത്തിൽ കേന്ദ്ര ഗവൺമെൻറ് വലിയ സഹായം ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള മലയാളികൾ അതല്ലെങ്കിൽ ആത്മാർത്ഥതയുള്ള ആളുകളൊക്കെ കേരളത്തിനെ കൈകഴിഞ്ഞ് സഹായിക്കാൻ വേണ്ടി തയ്യാറായി. പക്ഷേ എത്രത്തോളം കേന്ദ്ര ഗവൺമെൻറ് ആ കാര്യത്തിൽ ഒരു ഉദാര സമീപനം എടുത്തിട്ടുണ്ട്? ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിയ ഹെലികോപ്റ്ററുകൾക്കോ അല്ലെങ്കിൽ അതിനൊക്കെ സേവനത്തിന് പണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ പ്രതീക്ഷയിലൂടെയാണ്. വയനാട് പാക്കേജ്, ഇടുക്കി പാക്കേജ്, ഇങ്ങനെയൊക്കെയുള്ള കേരളത്തിൻ്റെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മേഖലകളുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള പാക്കേജുകൾ സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്കുള്ള പാക്കേജുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി കൂടുതൽ പണം അനുവദിക്കുമെന്നുള്ളതാണ് നമ്മൾ ഈ ബഡ്ജറ്റിലും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇത്തരം പ്രതീക്ഷകൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ അസ്ഥാനത്തായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഏറെ പ്രതീക്ഷിക്കാനും വയ്യ. ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് ഒന്നും കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ വന്നാൽ വലിയ നിരാശയായിരിക്കും കേരളത്തിന് ഫലം ഉണ്ടാകുക. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാൻ ഈ കേരളവും ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്. കേരളത്തിലെ ഭരണകൂടം ഏതോ ആയിക്കോട്ടെ, കേരളത്തിലെ ഗവൺമെൻറ്റുകൾ ഏതോ ആയിക്കോട്ടെ, ഏത് പാർട്ടിയോ ഭരിക്കട്ടെ, ഏത് മുന്നണിയോ ഭരിക്കട്ടെ, പക്ഷേ കേരളം ഇന്ത്യയിലാണെന്നും ഇന്ത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ ആ സാമ്പത്തിക
നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകാൻ വേണ്ടി കേരളത്തിന് അർഹതയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി കേന്ദ്രം ഭരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. അതിനുവേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്താൻ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും തയ്യാറാകണം. അതിന് BJP എന്നോ CPM എന്നോ ഇടതുപക്ഷമെന്നോ കോൺഗ്രസ് എന്നോ UDF എന്നോ എന്നുള്ള പ്രത്യേകത ഒന്നും വേണ്ട. ഈ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് തന്നെ ചെയ്യണം. കേരളത്തിലെ ജനങ്ങൾക്ക് അവർക്ക് അർഹമായ കാര്യങ്ങൾ ലഭ്യമാകുക തന്നെ ചെയ്യണം. അതിനുവേണ്ടി കൂടിയുള്ളൊരു സമ്മർദ്ദം തീർച്ചയായും രാഷ്ട്രീയത്തിനതീതമായി ഈ കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ടത് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങളോ ശുപാർശകളോ ഒക്കെ എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്നുള്ളത് നമുക്ക് നാളത്തെ ബഡ്ജറ്റ് കഴിയുമ്പോൾ മാത്രമേ അതായത് മുഖ്യമന്ത്രി നിരന്തരം അഭ്യർത്ഥിക്കുന്നതാണ് ഇവിടുത്തെ UDF MP-മാർ, നിങ്ങളാണല്ലോ എണ്ണത്തിൽ കൂടുതൽ, വളരെ കൃത്യമായി ഒന്ന് കേന്ദ്ര സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തൂ എന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ രാജേഷ് പറയുന്ന ഈ ആർജവം ആ MP-മാരിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നതുകൂടി നമുക്കിവിടെ ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. ശ്രീനീതിയിലേക്ക് പോവുകയാണ്. ശ്രീനീതി, കേരളം കൃത്യമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യം കടമെടുക്കൽ പരിധി 3-ൽ നിന്ന് 3.5% ഉയർത്തണം എന്നതാണ്. ഇങ്ങനെ കടമെടുത്ത് ദൈനംദിന ചെലവുകൾക്ക് സംസ്ഥാനത്തെ ഈ പണം, ഇങ്ങനെ കടമെടുക്കുന്ന പണം ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആവശ്യത്തോടെ എങ്ങനെയായിരിക്കും കേന്ദ്ര സർക്കാർ സമീപനം ഉണ്ടാവുക? കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ഡെറ്റ് ട്രാപ്പിലെ കടക്കണിയിലേക്ക് വീഴുന്ന സാഹചര്യമാണ്. ഇപ്പോൾ അതാണ് നമ്മുടെ സംസ്ഥാന GDP-യുടെ 36% ഇപ്പം നമ്മുടെ കടബാധ്യതയാണ്. അത് ഇന്ത്യയിലെ 18 സംസ്ഥാനങ്ങളുടെ റിപ്പോർട്ട് ഈ അടുത്ത സമയത്ത് നീതി ആയോഗ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ 16-ാം സ്ഥാനമാണ്, 18-ൽ 16-ാം സ്ഥാനമാണ് കേരളത്തിനുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേരള സർക്കാർ വീണ്ടും നമ്മുടെ കടമെടുപ്പ് പരിധി 3.5% ഉയർത്തുക എന്ന് ആവശ്യപ്പെടാം. പക്ഷേ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന് പ്രധാന കാരണം നമ്മൾ കേരള ഗവൺമെൻറ്റിൻ്റെ തനത് വരുമാനത്തിൻ്റെ 92% ശമ്പളം, പെൻഷൻ, ഇൻട്രസ്റ്റിന് വേണ്ടി ചെലവഴിക്കുകയാണ്. ഒരു വർഷം കേരള ഗവൺമെൻറ് 28,000 കോടി രൂപയാണ് ഇൻട്രസ്റ്റിന് വേണ്ടി, പലിശ കൊടുക്കാൻ വേണ്ടി മാത്രം ചെലവഴിക്കുന്നത്. നമ്മുടെ ഒരു വർഷം എടുക്കുന്ന വായ്പ എന്ന് പറയുന്നത് 35,000 അല്ലെങ്കിൽ 36,000 കോടി രൂപയാണ്. അപ്പോൾ ഈ പലിശ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 5,000-ഓ 6,000 കോടി രൂപയാണ്. അപ്പോൾ അങ്ങനെ ഒരു കടക്കണിയിലേക്ക് പോകുന്ന ഒരു ഗവൺമെൻറ് ഈ വായ്പ കുറച്ചുകൊണ്ട് തനത് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് അവർ വികസന പ്രവർത്തനങ്ങൾ പണം കണ്ടെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് മാത്രമല്ല, ബഡ്ജറ്റിന് പുറത്ത് പോയി കിഫ്ബി വഴിയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനി വഴിയും വായ്പ എടുക്കുന്നതും നമ്മുടെ കടബാധ്യത വർദ്ധിപ്പിക്കാൻ പ്രധാന കാരണമാണ്. ഈ സാഹചര്യത്തിലാണ് കേരള ഗവൺമെൻറ് 24,000 കോടി രൂപയുടെ ഒരു സ്പെഷ്യൽ പാക്കേജുമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് സമീപിച്ചിട്ടുള്ളത്. അതിൽ വയനാടിന് വേണ്ടി 2,000 കോടി പറയുന്നുണ്ട്, വിഴിഞ്ഞത്തിന് വേണ്ടി 5,000 കോടി പറയുന്നുണ്ട്, അങ്ങനെ പല പല ഘടകങ്ങളും പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, കേരള ഗവൺമെൻറ് വിഴിഞ്ഞത്തിന് വേണ്ടി 5,000 കോടി ചോദിച്ചു. അതേപോലെ തന്നെ അവരുടെ ഗ്യാപ്പ് ഫണ്ട് വയബിലിറ്റിക്ക് വേണ്ടി ഏകദേശം 817 കോടി രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ് അതും വായ്പ എടുക്കാൻ അനുവദിക്കണമെന്ന് പറയുന്നു. നാഷണൽ ഹൈവേ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി 6,000 കോടി രൂപ ചെലവഴിച്ചു, അതും വായ്പയായിട്ട് പരിഗണിക്കണമെന്ന് പറയുന്നു. കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ചെലവുകളും വായ്പയായിട്ട് പരിഹരിച്ച് അല്ലെങ്കിൽ പരിഗണിച്ച് സമീപനത്തോട് കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് നാളെ പ്രതികരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്.